തരാലോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 മുട്ട പുഴുങ്ങിയെടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഞാനിതിന് വേണ്ടി ഒരു 2 ഉള്ളിയും 2 ചെറിയ തക്കാളിയാണ്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കിയത്. ശേഷം ചട്ടി വെച്ച് ചൂടായി എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ചീരകം നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചതക്കി വെച്ച് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ശേഷം അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് ഉള്ളി വഴണ്ടി കിട്ടും. ഇപ്പോൾ ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നന്നായി വാടിയ ശേഷം നമുക്കതിലേക്ക് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം മാഗി ക്യൂബാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ മാഗി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യം പുഴുങ്ങി വെച്ച മുട്ട തോല് കളഞ്ഞ് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അതുകൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ബണ്ണ് ഞാൻ ഇവിടെ ഇതേപോലെ നടുഭാഗത്ത് നിന്ന് കുറച്ചെടുത്ത് മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാത്തിലും ഒന്ന് നിറച്ച് കൊടുക്കാം. അപ്പോൾ കണ്ടില്ല, എല്ലാത്തിലും ഞാൻ അത് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് അടച്ച് നമുക്ക് മുട്ടയിൽ മുക്കിയിട്ട് നമുക്ക് മുട്ടയുടെ ബാറ്ററിലൊന്ന് മുക്കിയെടുക്കാം. ഞാൻ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി എല്ലാ ബണ്ണും ഇതുപോലെ നമുക്കൊന്ന് മുക്കിയെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു പാൻ വെച്ച് കുറച്ച് ഓയിൽ വെച്ചൊന്ന് 2 ഭാഗം ഒന്ന് ചൂടാക്കിയെടുക്കാം. ഓയിൽ ഞാൻ ഫാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ ബണ്ണായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അടച്ചു വെച്ച ഭാഗം തിരിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ എല്ലാതും ഞാൻ പാനിലേക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ ഭാഗം നന്നായിട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ 2 ഭാഗം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിന് പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടില്ലേ, ഇപ്പോൾ 2 ഭാഗം ഏകദേശം നന്നായിട്ട് ഒരുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. സൂപ്പറാണ്.